23-ാം തീയതി സമയം 7 മണിയായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആ തെങ്ങിതാ 3 തെങ്ങാ കയറിയത്. പക്ഷെ ഒരു തെങ്ങ് ആ ലാസ്റ്റ് റോട്ടുമുള്ള തെങ്ങ് ഞാൻ കാണിച്ചു തന്നില്ല ആദ്യത്തെ വീഡിയോയിൽ. അവിടെ ഒന്നും ആ തെങ്ങുമൊന്നും ഉറുമ്പ് കടിച്ചില്ല. പിന്നെ രണ്ടാമത്തെ തെങ്ങിൻ്റെ മുകളിൽ ഉണങ്ങിയ പട്ട നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ അടിയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഉറുമ്പ് കടിച്ചിട്ട് എന്താ അങ്ങോട്ട് പറയാ, ചോറിന് ഈ ഉറുമ്പ് കടിച്ച തെങ്ങുമ്പോൾ കയറാൻ മൂടില്ല, താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് മാത്രമല്ല, ഒരുവിധം തെങ്ങേറ്റക്കാർക്കൊക്കെ ഉണ്ടാവും ഈ ഉറുമ്പ് കടിച്ചാൽ ഞാൻ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഈ സാധനതാ ഇത് എല്ലാവരോടും പറയുന്നുണ്ട്, ആരും ചെയ്യാൻ നിൽക്കരുത്. ഇത് കൊതുവിനുള്ളതും ഉറുമ്പിനുള്ളതും അതുപോലെ ഈച്ചക്കുള്ള അടിക്കുന്ന വിഷമുള്ള മരുന്നാട്ടാ. ഞാൻ ചെയ്യണ പോലെ ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണോ, ചൊറിഞ്ഞിട്ട് ആ വേനൊന്ന് മാറിയിട്ടാൽ മതി. നിങ്ങൾ ആരും ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് വെറുതെ പോയി ചാവാൻ നിൽക്കണ്ട. ഇവിടെ കാണി ഞാൻ അടിക്കുകയാണ്, സഹിക്കാൻ വയ്യാതെ. നിങ്ങളാരും ചെയ്യരുത് കേട്ടാ. കാരണം ഞാൻ ചൊറിയുമ്പോൾ നമുക്ക് ഇവിടൊക്കെ ഒരു മുറി ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ കടി സഹിക്കാൻ വയ്യായിട്ടേ. അങ്ങനെ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ചെയ്യണതാണ്. കേട്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യരുത്. ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത് വിഷമാണ്. കാരണം നമ്മൾ ചൊറിയുമ്പോഴൊക്കെ നമ്മളവിടെ ഒരു മുറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. എൻ്റെ അടുത്തൊക്കെ ഉണ്ട്. എനിക്ക് ആ ചൊറിയുമ്പോഴൊക്കെ അവിടെ മുറിയാകുമ്പോഴൊക്കെ സഹിക്കാൻ, ഉറുമ്പിൻ്റെ കടി കൊണ്ടിട്ട് സഹിക്കാൻ വയ്യാതാകുമ്പോൾ ഞാൻ അടിക്കണം. ചത്താലും മടിയില്ല വെച്ചിട്ട്. എന്നാലും തെറ്റ് ചെയ്യാതെ മരിക്കണം എന്നല്ലൊരു ആഗ്രഹമുണ്ട്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ളവൻ്റെ കുറേ കായ് വാങ്ങി നക്കുക, മറ്റുള്ളവരോട് നുണ പറഞ്ഞിട്ട് കായ് മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക, എന്നിട്ട് കായ് മേടിച്ചിട്ട് ഓനെ കാണാതെ അവിടേക്കും ഇവിടേക്കും മാറി നടക്കുക. എന്നിട്ട് ഞാൻ തലമേ തൊപ്പിയും കെട്ടിയിട്ട് തലക്കൊട്ടും കെട്ടിയിട്ട് നല്ലപോലെ പള്ളീൻ്റെ അകത്തേക്ക് കിടക്കുക. ആ പരിപാടിക്കൊന്നും ഇന്നെ കിട്ടൂല. ഞാൻ ഒരു 600 ഉറുപ്പ്യ മേടിച്ചിട്ടുണ്ടോ വാക്കൊന്നുള്ള ഒറ്റ തന്തക്ക് ഉണ്ടായ സ്വഭാവം ഞാൻ എല്ലാവരും ഒറ്റ തന്തക്കാണ് ഉണ്ടായിക്കണേ. പക്ഷേ ചിലർ ഒറ്റ തന്തക്ക് ഉണ്ടായ സ്വഭാവം കാണിച്ച് 2 തന്തക്കുള്ള വർത്തമാനം കാട്ടിക്കൂട്ടി പോകുന്നുണ്ട്. അത് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അള്ളാനെ ഭയപ്പെട്ടിട്ട് നമ്മൾ മരിക്കോളം അള്ളാനെ ഭയപ്പെട്ട് നമ്മൾ 5 നിസ്കരിക്കണേ, ഹജ്ജ് ചെയ്യണേ, ഉംറ ചെയ്യണേ, എല്ലാം ചെയ്യണേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ചെയ്യണത്? നമ്മൾ മരിച്ചാൽ അവിടെ നാളെ പടച്ചോൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ ഈ കാണുന്ന സ്വർഗവും ഇതൊന്നും അല്ല കേട്ടോ. അവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും റബ്ബ് 2 കണ്ണ് തന്നപ്പോൾ, കണ്ണിൻ്റെ കാഴ്ച തന്നപ്പോൾ ഈ ഭൂമിയിൽ കാണുന്നൊക്കെ ഒരു സ്വർഗ്ഗമാണ്. അതുണ്ട്, നമുക്കൊക്കെ സ്വർഗ്ഗമാണ് ഈ ഭൂമിയിൽ. പക്ഷേ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു പോയാൽ ഇതിനും വലിയൊരു സ്വർഗ്ഗമുണ്ട്. അവിടേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം, ഓത്ത്, നിലവാരം. പക്ഷെ ചെറ്റത്രാണ് ഒരുവിധ ആൾക്കാർ ചെയ്ത്. ഉസ്താദുമാർ എന്തെല്ലാം പറഞ്ഞു തരണേ, മോനെ നിങ്ങൾ ഉമ്മാനെ വേദനിപ്പിക്കല്ലേ, വാപ്പാനെ വേദനിപ്പിക്കല്ലേ, സ്വത്തിൻ്റെ പേരിൽ പെങ്ങന്മാരെ കുടുംബബന്ധം ഇല്ലാതാക്കല്ലേ. ഉസ്താദുമാരും അമ്പലത്തിലെ സ്വാമിമാരും ചർച്ചിലെ പണ്ഡിതന്മാരും ഒക്കെയും പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആനയുടെ കരുത്താ. അതാണ് ആനയുടെ ശക്തിയാണ് ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ. അത് കാരണം എന്താ, ഈ കുടുംബങ്ങളെ തെറ്റി പിരിയുക, സ്വത്തും മുതലും പിടിച്ചടക്കുക, എന്നിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഭരിക്കുമ്പോൾ എന്താ കൊണ്ടുപോകണം, ആ പള്ളിക്കാട്ടിൽ ഇത്ര ചെറിയൊരു ഇടുങ്ങിയ സ്ഥലത്താണ് നമ്മളെ മയ്യത്ത് കൊണ്ട് വെക്കണത്. അതൊന്നും നമ്മൾ ചിന്തിക്കണില്ല. എല്ലാവരോടും പറയേണ്ട പൊന്നാര മക്കളെ, തെറ്റ് ചെയ്യണ്ട. ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചാൽ 20-ാം തീയതി പറയുക 19-ാം തീയതി കൊണ്ടുകൊടുത്താൽ നിങ്ങൾക്ക് വലിയൊരു അസുഖം കടന്നു വരും. മാരകമായ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നുണ്ട്. ക്യാൻസർ, കുഷ്ഠരോഗം, അവസാനം ഹാർട്ടിൻ്റെ ഇടിപ്പില്ലാതാക്കുക, അറ്റക്കായിട്ട് മരിക്കുക. അങ്ങനെ അവിടേക്കൊക്കെ 2 ലക്ഷം, 5 ലക്ഷം, 30 ലക്ഷം, 45 ലക്ഷം ലൈവായിട്ട് ആൾക്കാർ വീഡിയോ എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരാവണില്ല. കാരണം എന്താണ്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം തന്നിട്ടില്ല. അതിൻ്റെ പേരിൽ നമ്മൾ തെറ്റ് പിന്നെയും ചെയ്യുക. എല്ലാവരോടും പറയേണ്ടത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും മാറി നാളി. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ കലാമെടുത്ത് ഓതിയ ആൾക്കാരാണ്. നിങ്ങളോടാ പറയും, നിങ്ങൾ തെറ്റ് ചെയ്യണ്ട. ഞാനച്ചാൽ ഓതിയിട്ടുമില്ല, മദ്രസയിലും പോയിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ല. ഞാൻ തെറ്റായിരുന്നല്ല. എൻ്റെ ഒപ്പം എന്നെ പഠിപ്പിക്കാതെ ഇവിടെ റോട്ടുമ്മ കൊടുന്ന് കിട്ടതാ. അവസാനം ഞാൻ പഠിച്ചെന്താണ്, തെങ്ങേറ്റം. ഞാൻ പഠിച്ച് തെങ്ങ് കയറിയിട്ടാണ് ഞാൻ ഇന്ന് ഒരു തെറ്റിൻ്റെ റോട്ടുമ്മ കിടന്നിട്ട് പോലും ഞാൻ തെറ്റ് ചെയ്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അള്ളാഹിനോട് പറയും, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അല്ലാതെ ഞാൻ വേറെ തെറ്റില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ തെങ്ങുമ്മ കയറാണ്ട് മഴ പെയ്തുകൊണ്ട്, മഴയുടെ ഇത് അംശം പെയ്തുകൊണ്ടിരിക്കുന്നത്. തെങ്ങുമ്മ ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ഒരു പന്ത് കിടന്നിരുന്നു. അന്ന് 7 വയസ്സാ, 8 വയസ്സാ, 7 വയസ്സാണ്. അന്ന് ആ പന്ത് അവിടുന്ന് എടുത്തു കൊടുത്തിട്ട് കുട്ടികൾ കളിച്ച പന്ത് ഒഴിവാക്കി എന്തോ മറന്നത്. ആ പന്തിൻ്റെ കാറ്റ് ഒഴിച്ച് എന്നിട്ട് ഞാൻ പെരയിൽ കൊണ്ടുപോയി പന്ത് കളിക്കാണ്. അതൊരു തെറ്റ് ചെയ്ത്. പിന്നെ വെള്ളം കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ല. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളം വലിച്ചുകൊണ്ടിരണം. അതിന് ബയറിങ് ഉണ്ട്, 4 ബയറിങ്. ആ പലക കിടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവിടെ പോയിട്ട് ഒരു പലക പഴയതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ആരും കാണാതെ രാത്രി പോയി കട്ട്. ഞാൻ ചെറ്റത്രം ചെയ്തതാണ്. കട്ടിട്ട് പഴയ പലക
അത് എടുത്തിട്ട് 4 വയറിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡ്രമ്മ് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന്. അങ്ങനെ രണ്ടാമത്തെ തെറ്റ്. പിന്നെ മൂന്നാമത്തെ തെറ്റ് എന്താണെന്ന് എനിക്ക് ഓർമ്മയിട്ടില്ല. ആ ചെറുപ്പത്തിൽ ആ 3 തെറ്റേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറൊരുത്തൻ്റെ പൈസ പോയി കക്കാൻ പോയി എൻ്റെ വാപ്പ കണ്ടിട്ട് ഒരാളെ ₹1 കക്കരുതെന്ന്. ഇപ്പോൾ അവിടെ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ കല്ലേന്ന് എടുത്ത് തിന്നോ, ആര് പൈസ മോഹിക്കരുതിട്ടാണ് വാപ്പ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞ് പോയതാ. ഇപ്പം ഇങ്ങോട്ട് കാണി ആ വിഷത്തിൻ്റെ മരുന്നല്ല അടിച്ച് നിങ്ങൾ ആരും അടിക്കരുതിട്ടാ. വാപ്പ പോകുമ്പോൾ കണ്ടുണ്ട് ഒരു തെറ്റും ചെയ്യരുത്, ആദ്യം കൊടുക്കാൻ പഠിക്കുക, വാങ്ങാൻ പഠിക്കുക. ഇപ്പം എൻ്റെ കുട്ടി കൊടുക്കാൻ പഠിച്ചാൽ ഇപ്പം എൻ്റെ കുട്ടിക്ക് ഈ ഭൂമിയിൽ ഒരാളും എന്നെ പ്രയാസപ്പെടുത്തില്ല. എൻ്റെ എന്തൊരാവശ്യം ഉണ്ടെങ്കിലോ അവർ എനിക്ക് സഹായിപ്പിച്ചു തരും. ഞാൻ അനക്കത് തരണില്ല, ജിപ്പാക്ക് വിളിച്ചോ. എനിക്ക് 5 ലക്ഷം വേണോ, 10 ലക്ഷം വേണോ, 25 ലക്ഷം വേണോ, എനിക്ക് കച്ചവടത്തിലേക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഇപ്പം കുട്ടി തെറ്റ് ചെയ്യാതെ സമയത്തിന് കൊടുക്കുക. എൻ്റെ ഉപ്പ ചെയ്തത് അങ്ങനെയാണ്. ആ ഉപ്പാൻ്റെ ജീവിതം ഞാൻ കണ്ടുപഠിച്ച്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പൊക്കെ എല്ലാവരും പൈസ കൊടുക്കും. 5 ലക്ഷം, 3 ലക്ഷം, 10 ലക്ഷം. സ്വർണ്ണക്കടയിൽ 4 പെങ്ങന്മാരെ കെട്ടിക്കാനടക്കാം. സ്വർണ്ണക്കടയിൽ ലോറൻസ് ഡൈവർ, അതുപോലെ ഓംപ്രകാശ്, അതുപോലെ ഇടപാട്, ഇവരൊക്കെ പല ആൾക്കാരാണ്. അവരൊക്കെ ജാമ്യം നിന്നിട്ടാണ് എൻ്റെ അപ്പൻ 4 പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ടത് ₹1 അതെന്താണ്? എൻ്റെ വാപ്പ നല്ല രീതിയിൽ ഇവിടെ ജീവിച്ച കാരണം. ആ വാപ്പാൻ്റെ ഇരുന്നിട്ട് ഞാൻ പഠിച്ചതല്ല, നിങ്ങളെ സ്കൂളിൽ പഠിച്ച മദ്രസിലും പഠിച്ച പഠിപ്പല്ല. അപ്പോൾ ഈ സ്കൂളിലും മദ്രസിലും പോയ ആൾക്കാരോട് ഞാൻ പറയണ്ടേ, എന്തായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ഏത് മതമായാലും ശരി എല്ലാവരോടും പറയണ്ടേ തെറ്റ് ചെയ്യാതെ നിങ്ങൾ പള്ളികൾക്ക് കടക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങൾ ഒരാൾ ₹100 മേടിച്ചിട്ട് പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കരുത്, പെരേന്നും നിസ്കരിക്കരുത്. നിങ്ങൾ നിസ്കാരം സ്വീകരിക്കില്ല, വെറുതെ നിസ്കരിക്കണം. എന്തിനാണ്? നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിഫലം കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങളെ ദുആക്ക് അള്ളാഹു കബൂലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി എന്താണ് അള്ളാഹ് എൻ്റെ ദുആ എന്താ അള്ളാഹ് കബൂലാക്കാതെ. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ മതി ഞാൻ ദുനിയാവിൽ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലോടും മുണ്ടാതെ നടക്കുന്നുണ്ടാവും. നിങ്ങൾ കുറേ സമ്പാദിച്ച് നിങ്ങളെ കയ്യിൽ ₹1 കിട്ടൂല. അതെന്താണ്? ചിലപ്പോൾ ഏട്ടനായിട്ട് തെറ്റി നടക്കുന്നുണ്ടാവും, പെങ്ങളായിട്ട് തെറ്റി നടക്കുന്നുണ്ടാവും, സ്വത്തിൻ്റെ മുതൽ സ്വത്തൊക്കെ പിടിച്ചടക്കി ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഉമ്മാൻ്റെ സ്വത്തും മുതലും വാങ്ങി തിന്നിട്ട് നക്കുക. ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുതൽ ഏക്കറടക്കിൽ വാങ്ങാൻ വാരി വെച്ച് നക്കിയിട്ടുണ്ടാവും. കാരണം എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. തന്ത ₹1 കോടി ഉമ്മ ₹2 കോടി ഉണ്ടാക്കിയിട്ടിട്ട് അതിരുന്ന് നക്കിയിട്ട് എൻ്റെ തന്തനെയും തള്ളനെയും നോക്കാതെ ഞാൻ കൊണ്ടടക്കുക. എന്നിട്ട് ലോക ചെറ്റത്രം ചെയ്യുക ഞാൻ. എന്നിട്ട് എൻ്റെ ആ ഉമ്മാനെ പന്ത് തട്ടണ പോലെ തട്ടുക. ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു ഉമ്മാനെ പന്തിട്ട് ഉമ്മാനെ അങ്ങോട്ടേക്ക് തട്ടുക. എൻ്റെ ഉമ്മ അവിടെ പോയിട്ട് 10 ദിവസം നിൽക്കുക. ഉമ്മാനെ മറ്റേ പെങ്ങളടുത്തേക്ക് തട്ടുക. ഒരു തന്തനെ തള്ളനെയാണ് ഒരു മക്കൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഞാൻ പലയിടത്തും കണ്ടു. എൻ്റെ കണ്ണിൻ്റെ പൊന്നിൽ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഉമ്മാനെ ഒരു തട്ട പന്ത് തട്ടണ പോലെ. എന്നിട്ട് ഉമ്മ പോയിട്ട് മറ്റേ ഏട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കുക, ഇപ്പം മൂത്ത മോൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു തട്ട്. അപ്പോൾ ആ തട്ട് കെട്ടിയിട്ട് അഞ്ചൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. അവിടുന്ന് ഒരു തട്ട്. എന്നിട്ട് മറ്റൊരു പെങ്ങളെ വീട്ടിൽ പോയി നിൽക്കുക. ഒരു തള്ളനെ തന്ത മരിച്ചപ്പോൾ തള്ളനെ കണ്ണീര് പിടിപ്പിക്കുക. ഇവരൊക്കെ ഉണ്ട് പള്ളിക്ക് പോയിട്ട് ഇങ്ങനെ ഈ ഭാഗത്തെടുത്തിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. കണ്ടാൽ ചേർക്കുണ്ടാവും അവർക്കാണ് ആദ്യം സ്വർഗം എന്ന്. ഒരൊറ്റൊന്നും സ്വർഗത്തിൽ പോവില്ല. തള്ളനും തന്തനും കണ്ണീര് പിടിച്ചൊരു സ്വന്തം ഭർത്താവിൻ്റെ ഭാര്യമാരോട് ഞാൻ പറയണ്ടിട്ടാ. ഭർത്താവിൻ്റെ കല്യാണം ഭാര്യമാരോടും പറയണ്ട. നിങ്ങൾ ഭർത്താവിൻ്റെ ഭാര്യയും ഉമ്മാനും മരിക്കോളം സ്നേഹിച്ചു. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ നിസ്കരിച്ചാലും നിങ്ങൾക്ക് ഉമ്മ പറഞ്ഞാൽ മതി, അമ്മായിമ്മ പറഞ്ഞാൽ മതി. എൻ്റെ കുട്ടീനെ പൊന്നുപോലെ നോക്കിയതാണ് അള്ളാഹ്. അതിനെ നരകത്തേക്ക് കൊണ്ടുവിടല്ലേ, ആ കുട്ടീനെ എന്നെ സ്വർഗത്തേക്ക് ആക്കണം അള്ളാഹെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി ആ അള്ളാഹിൻ്റെ അടുത്തുനിന്ന്. പക്ഷെ നിങ്ങൾ നിസ്കരിച്ചതോ ഇബാദത്താവുന്നല്ല അള്ളാഹ് നോക്കിയത്. പക്ഷെ ഉമ്മ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. പെണ്ണുങ്ങളോടെ പറഞ്ഞു, കിട്ടിയ ഭർത്താക്കന്മാരെ ഭാര്യമാരോടെ പറഞ്ഞു, നിങ്ങൾ തന്തനും തള്ളിനും കണ്ണീര് പിടിപ്പിച്ചിട്ട് നിങ്ങൾ ടൂറ് പോകാനും ഉല്ലാസിക്കാനൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ, വാപ്പാനിമാനി മരണം വരെ കെട്ടിയ ഭർത്താവിൻ്റെ വാപ്പാനിമാനി മരണം വരെ നോക്കിയാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ സ്വർഗം. നിങ്ങൾ നിസ്കരിച്ചത് ഈ ഭാഗത്തൊന്നും അള്ളാഹ് നോക്കൂല. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞാൽ മതി, ആ ബാപ്പിയും പറഞ്ഞാൽ മതി, ആ കുട്ടീൻ്റെ മരണം വരെ നോക്കിയ കുട്ടിയാണ്, അതിനെ നരകത്തേക്ക് വിടല്ല അള്ളാന്നിട്ട് പറഞ്ഞിട്ട് ആ ഉമ്മ അങ്ങോട്ട് പൊട്ടിക്കാരനെ പൊന്നാര മക്കളെ നിങ്ങൾ നിസ്കരിച്ചതൊക്കെ അള്ളാഹ് അവിടെ മറന്ന് ആ ഉമ്മാവനോട് വരുന്ന എവിടേക്ക് വെച്ച് പറഞ്ഞാച്ചാളാർ ആ ഉമ്മാനെ നോക്കിയ കുട്ടിയാണെന്ന് പറയും. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ദീർഘായുസ്സ് തരട്ടെ. അച്ഛനോടും അമ്മേനോടും ഹിന്ദുക്കളോടും എല്ലാവരോടും പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കും സ്വർഗ്ഗമുണ്ട്, മുസ്ലിമാർക്കും സ്വർഗ്ഗമുണ്ട്, ക്രിസ്ത്യാനികൾക്കും സ്വർഗ്ഗമുണ്ട്. ഇവിടെ മുസ്ലിമാർക്ക് മാത്രം സ്വർഗ്ഗമുള്ളൂ എന്നുള്ളത് അത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ടാ. അള്ളി റസൂലും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്വർഗ്ഗമുള്ളൂ, ഹിന്ദുക്കൾക്ക് നരകമുണ്ട്, ഹിന്ദുക്കൾക്ക് സ്വർഗ്ഗമുള്ളൂ. ഒക്കെ ആണ് പഠിപ്പും വിദ്യാഭ്യാസം എല്ലാവരെയും പലതും പറയും. എന്നിട്ട് ഓൻ പലതും പറഞ്ഞിട്ട് ഓന് പെരയിൽ പോയിട്ട് AC പോയി കിടക്കുന്നുണ്ടാവും. എന്നിട്ട് മറ്റനോട് പറയും വെടിയൊക്കെടാന്ന്. അതിൻ്റെ പിന്നാലെ നടക്കാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പോൾ ഉറുമ്പ് കടിച്ചപ്പോൾ കടന്നൽ ഉറുമ്പിൻ്റെ വേദന സഹിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കണി ഓരോന്ന് അടിക്കുകയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ ചെയ്യരുത്. ഞാൻ 100 വിഷമാണ് സാധനം. ഇത് ബ്ലഡിലേക്ക് കടന്ന മയ്യത്തപ്പം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ തെറ്റ് ചെയ്യാതെ മരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുകളും ഞാൻ മരണത്തിൻ്റെ വേദനയാണ് തെങ്ങുമ്പോൾ കയറുമ്പോൾ. ഇൻഷാല്ലാ ഞാൻ നേരത്തെ വീഡിയോ എടുത്തല്ലോ, എന്നിട്ട് കട്ടാക്കി.
അങ്ങനെ ഉണ്ട്. ബാക്കി വേറെ തെങ്ങന്മാട്ട് കയറിയതാ. കുറച്ചോനെ അതിൻ്റെ മുകളിൽ പിന്നെ ഉറുമ്പ് കടിച്ചിട്ട് ആകാണ്ട് ഇല്ലാതാക്കി. എന്ത് പിടിച്ച് തോനെ എവിടുന്നാണ് ഈ ഉറുമ്പ് വരുന്നത്? ഇത് വേഗം അതൊക്കെ ഇതൊക്കെ കെട്ടേച്ചിട്ട് ഒന്ന് വെള്ളം നനയ്ക്കുകയാണ്. നമ്മളെ നാട്ടിലുണ്ട് ഉറുമ്പ്, പക്ഷെ നാട്ടിൽ ഇത്ര ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താ പറയുക, ഇവരുകൾ പഞ്ചസാരൊക്കെ കൊടുത്തിട്ടേ ജയിക്കാൻ വയ്യ. അല്ല ഞാൻ ഇങ്ങോട്ട് പറയണ്ടിട്ടാ, എൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ നിൽക്കണ്ട. കാരണം എന്താ പറയുക, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞാനും വരുമല്ലോ. ഇപ്പോൾ അവിടെ നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞാൽ ഞാനും മരിച്ചാൽ നിങ്ങൾ വെച്ചാൽ അല്ല ചിലപ്പോൾ അവിടെ ചോദിക്കും, ഈ മാനുവിൻ്റെ വീഡിയോ കണ്ട എത്ര ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ കണ്ടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ നേരെ വാങ്ങി നോക്കും. ആ ഓനിക്ക് പിരാന്താണ്. ഓനെപ്പോലത്തെ പിരാന്ത് അങ്ങനെ കുറേ യൂട്യൂബിൽ ഓന് ഏതോ നാട്ടുകാരെ ഏതോ രാജ്യത്ത് കിടക്കണ, അതും മാങ്ങാട്ടൂർ തങ്ങൾപ്പാപ്പാൻ്റെ പാറപ്പുറം മാങ്ങാട്ടൂർ തങ്ങൾപ്പാപ്പൻ്റെ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്താണ് മറവഞ്ചേരിയിലാണ് എൻ്റെ വീട്. അപ്പോൾ മാങ്ങാട്ടൂർ ഒരു കറാമത്തുള്ള തങ്ങൾപ്പാപ്പൻ അവിടെ മാങ്ങാട്ടൂർ അവിടെ ഭയങ്കര സ്ഥലത്തും തിക്കൂറൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അവിടുന്ന് ഒരു മാണിക്കക്കല്ല് ഇങ്ങനെ വീഡിയോ എടുത്ത് വിട്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടുക്കണമെന്ന് നോക്കുമ്പോൾ പറിച്ചുകൊണ്ട് പറയാം ഓൻ ഏതായാലും പിരാന്താണ്. ഓൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാൻ നിൽക്കലില്ല. ഞങ്ങൾ ഈ തുണിയാഴ്ച കാരണം കുറേ പെണ്ണുങ്ങളോ അവർ പാവട കാണിച്ചു നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടമാനം ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി സ്വർഗ്ഗം കണ്ട് തന്നാളിന്ന് പറഞ്ഞാൽ പറിച്ചോൻ്റെ അടുത്ത് പറിച്ച ഇഷ്ടംപോലെ സ്വർഗ്ഗം കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ ഇറച്ചിയും പത്തിരിയും ഉണ്ടാവും. അതുപോലെ നിങ്ങളൊക്കെ സ്വർഗ്ഗത്തേക്ക് വിടാൻ വേണ്ടി ആപ്പിളും മുന്തിരി ഈത്തപ്പഴം സ്വർഗ്ഗത്തിൽ ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ട്. അതിൻ്റെ പിന്നാലെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നേരെ ആയിക്കോളി പൊന്നാര മക്കളെ, എൻ്റെ വീഡിയോ കണ്ടിട്ട് പറിച്ചോന്ന് ചോദിക്കും നിങ്ങളോട്. കാരണം ഈ ചെക്ക സ്കൂളിലും മദ്രസിലും പഠിക്കാതെ ചെക്കങ്ങൾ തെറ്റ് ചെയ്യല്ലേ എന്ന് ഒരുപാട് തവണ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞ കുട്ടിയാണ്. എന്നിട്ട് നിങ്ങൾ നേരായോ എന്ന് ചോദിക്കും. ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഏതെങ്കിലും മനുഷ്യൻ വരെ ഞാൻ നേരായി, ഞാൻ ഒരു തെറ്റും ചെയ്ത് പിന്നെ അതിൻ്റെ ശേഷം മാനിൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ ഒരു തെറ്റും ചെയ്യലില്ല. അല്ല അതിൻ്റെ ശേഷം ഞാൻ എല്ലാം മാനു പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു പൈസ മേടിച്ചാലും അത് അതിൻ്റെ ടൈമിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആളെ പോയി കാണും. എന്നിട്ട് കണ്ടിട്ട് അയാളെ സമാധാനം അയാൾ പറയാൻ കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് ഞാൻ വേറെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ ചെയ്തത് മാനു. അത് ഞാൻ തനി അലമ്പായിരുന്നു. പക്ഷേ മാനുവിൻ്റെ വീഡിയോൻ്റെ ശേഷം ഞാൻ നേരായതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അല്ല ഞാനും വരുമ്പോൾ ഞാനും സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും തൊട്ടടുത്തുണ്ടാവും. ഞാൻ സ്വർഗ്ഗത്തിക്കും പോകില്ല നരകത്തിക്കും പോകില്ല. ആ അവസ്ഥയിൽ കൂടെ ഞാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയാം മാനുവോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ നേരായിട്ട് പോലും അല്ല എന്നെ നരകത്തിക്കാണ് കൊണ്ടുവരുന്നതാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ അള്ളഹാനോട് പറഞ്ഞുകൊണ്ട് അല്ല നിങ്ങൾ ആ പാവത്തിനെ സ്വർഗ്ഗത്തിക്ക് വിടി, ഇന്നെ വേണമെങ്കിൽ നരകത്തിക്ക് ഇട്ടോളി ഓൻ്റെ പതിൽക്ക്. പക്ഷേ അവൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നേരായ മനുഷ്യനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ പറയാം ലാസ്റ്റ് മാനുവിനും സ്വർഗ്ഗത്തേക്ക് ആക്കുന്നത്. അപ്പോൾ ഞാനും സ്വർഗ്ഗത്തേക്ക് വരും. അല്ലെങ്കിൽ എൻ്റെ കാര്യം നെരുക്കാം. കാരണം ഉറുമ്പ് ഇങ്ങനെ കടിച്ചിട്ട് ഇതിൻ്റെയൊക്കെ വേദന സഹിക്കുമ്പോണ്ടല്ലോ നമുക്ക് ശരിക്കും പലതും പറയാൻ തോന്നും മനസ്സിൽ. പക്ഷെ നമ്മൾ ആരും തെറ്റ് ചെയ്യില്ല. ഞാൻ തെറ്റ് ചെയ്യാത്ത എന്താ അറിയോ, ഓരോരുത്തരുടെ വേദനയും കഷ്ടപ്പാടും പഠിച്ച കാരണം. പാവപ്പെട്ടവൻ്റെ വേദന എന്താ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ വേദന എന്താ, വീട് വെക്കാത്തവൻ്റെ വേദന എന്താ, അങ്ങനെയൊക്കെ ഞാൻ പഠിച്ച് കാരണം ഈ റൂട്ടുമ്പോൾ കിടന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളാരും തന്തനെയും തള്ളനെയും 100 പറവത്ത് പറഞ്ഞു വാപ്പാനും മാനും വേദനിപ്പിക്കേണ്ടതാണ്. തന്തനും തള്ളിനും കോടിക്കണക്കിലുള്ള മുതൽ കണ്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നവരുണ്ടല്ലോ. ഓനക്ക് ഈ ഭൂമിയിൽ തന്നെയുള്ളൂ. ഓൻ കുറേ നിസ്കരിച്ചിട്ട് ഈ ഭാഗത്ത് വെറുതെയാണ് ആൾക്കാരെ ബോധിപ്പിക്കുകയാണ് ഞാൻ നല്ലവനാണെന്നാണ്ട് പള്ളിക്കലെ കമ്മിറ്റിയൊക്കെ ആയിട്ടുണ്ടാവും ഓന്. കാരണം ഓൻ്റെ വാപ്പയമ്മയും കോടിക്കണക്കിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്തപ്പോഴേ ഓൻ പള്ളിക്കലെ കമ്മിറ്റിയാണ്. എന്നിട്ട് ഓനെ എല്ലാവരും ആരാധിക്കുക അവിടെ. ഓൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ സ്ഥലം.